ബുദ്ധിമുട്ടോ? എന്താ ചേച്ചി ഇത്? ചേച്ചിയുടെ ആവശ്യം എന്ന് പറഞ്ഞാ അതെന്റെയും കൂടെ ആവശ്യമല്ലേ? ഈ വർക്ക് കഴിയുന്നതോടെ ചേച്ചി വേറെ ലെവലാവും. കണ്ടോ? ഞാനെന്നെ ഇറങ്ങട്ടെ. കാശ് കിട്ടുമ്പോ നീ വിളിക്ക. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട, കുറച്ച് തിരക്കുണ്ട്. ഭാമേ, നീ എന്താ വിളിക്കാതെ വന്നേ? ഇവിടെ സ്വീറ്റ്സ് ഉണ്ടോ ഭാമേ? ഉണ്ടെങ്കിലേ എടുത്തിട്ട് വാ. സ്വീറ്റ്സ് ഒന്നുമില്ല. അല്ല, എന്താ ഇപ്പൊ സ്വീറ്റ്സ് കഴിക്കാൻ ഒരു പൂതി? ഞാനേ നല്ല സന്തോഷത്തിലാ. സന്തോഷം ഉണ്ടാവുമ്പോ മധുരം കഴിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ. അത്രയ്ക്ക് സന്തോഷിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? പറയാം. ഞാനേ ഹേമയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് വരട്ടെ. ചന്ദ്രമതി, ആ 100 ആയുസാ നിനക്ക്. ഇപ്പൊ നിന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്താ ചന്ദ്രമതി വരാൻ പറഞ്ഞേ? നിനക്കും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ. രേവതയും നീയും തമ്മില് ഇപ്പൊ ഒരു മത്സരത്തിലാണല്ലോ. അതെ, ആ മത്സരത്തിൽ നിങ്ങളുടെ മരുമകൾ എന്നെ തോൽപ്പിക്കുന്നു പറഞ്ഞിരിക്കുകയാണല്ലോ. അയ്യോ, മരുമകളെന്നൊന്നും പറയല്ലേ. അവളെ ഞാൻ മരുമകളായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ശ്രുതിയാണോ നിന്റെ മരുമോള്? ദേ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴാ അവളുടെ. ചന്ദ്രമതി പറ. പറയാം. രേവതി ഏറ്റെടുത്ത ഡെക്കറേഷൻ നടത്തണമെങ്കിൽ ലക്ഷങ്ങളുടെ പൂക്കൾ വേണമെന്നാ പറയുന്നേ. പൂ ഇറക്കി കൊടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ പൂക്കടക്കാരന് അഡ്വാൻസ് കൊടുക്കണം. അത്രയും തുക അവളുടെ ഭർത്താവിന്റെ കയ്യിലില്ല. വീട്ടിൽ നിന്ന് വേറൊരു വഴി കാശ് സംഘടിപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു. ഞാനത് തടഞ്ഞു, കൊടുത്തില്ല. അത് നന്നായി. അവൾക്ക് വേറെ എവിടെന്നെങ്കിലും കാശ് കിട്ടാൻ സാധ്യതയുണ്ടോ? എവിടെന്ന് കിട്ടാനാ? ഒരു ഗതിയില്ലാത്ത അവൾക്കൊക്കെ ഇത്രയും വലിയ തുക ആര് കൊടുക്കാനാ? നിന്നെ വെല്ലുവിളിച്ചിരുന്ന പോലെ എന്നെയും വെല്ലുവിളിച്ചിരുന്നു. കിട്ടിയ ഓർഡർ ചെയ്തിരിക്കുന്നൊക്കെ പറയുന്നേ. പറയാന്നല്ലാതെ പൂ വാങ്ങിക്കാൻ കാശില്ലല്ലോ. 2 ദിവസത്തിനകം അഡ്വാൻസ് കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? ആ ഓർഡറൊന്നും അവൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഹേമയ്ക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സന്തോഷം അറിയിക്കാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. ഒടുക്കം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോ ആ ഓർഡർ എനിക്ക് കിട്ടും. നിന്റെ മുഖത്ത് എന്താ ഭാമ ഒരു മങ്ങല്? ഒരു സന്തോഷമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കേ. എനിക്കിതിൽ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. പാവൻ രേവതി. പാവോ? അവളോ? ഈ ഓർഡർ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാ അവൾക്ക് പിന്നെ ആരും ഓർഡർ കൊടുക്കില്ല. ഈ ഡെക്കറേഷൻ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് അവളുടെ അമ്മയെ പോലെ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തിരുന്ന് അവൾക്ക് പൂ വിൽക്കേണ്ടി വരും. അങ്ങനെ തന്നെ വേണം. അതാ എന്റെ ആഗ്രഹം. ഒരു പടി പോലും അവള് മുകളിലേക്ക് കയറി വരരുത്. അതിന് ഞാൻ വിടൂ. ചന്ദ്രമതി ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും. 2 ദിവസം ഇനിയും സമയമുണ്ടല്ലോ. അവളെ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് കണ്ട് രസിക്ക്. എന്തെങ്കിലും പുതിയ വിവരം ഉണ്ടെങ്കിലേ എന്നെ അറിയിക്കണം കേട്ടോ. ഞാൻ വിളിക്കാം. രേവതിയും സച്ചി ഒന്നിച്ചു നിന്നാ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടത് വെറുതെയാവും. രേവതി ആ ഓർഡർ ചെയ്തിരിക്കും. അത് വേറെ ആരുടെ കൈകളിലേക്കും പോവില്ല. നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. ഈ ഓർഡർ അവൾക്ക് ചെയ്യാൻ കഴിയില്ല. ഹേമ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. നീ കണ്ടോ? നോക്കാം. നോക്കാം.
തോർത്തിക്കോളാം ചേച്ചി. വേണ്ട വേണ്ട, നേരവണ്ണം തോർത്തിയില്ലെങ്കിലേ ജലദോഷം വരും. ഇപ്പൊ കഴിയും, കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. ആ അതെ അതെ അതെ, രേവതി മോള് നന്നായിട്ട് തോർത്തി തരും കേട്ടോ. ഓനാണ് ഇവിടുത്തെ അമ്മായിമ്മ, അത് എവളോ? പണക്കാരിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പോക്കാരിയാ. ഞാൻ ചെയ്യേണ്ടതൊക്കെ ഇവളാ ചെയ്യുന്നേ. സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഓരോ അടവ്. ആ എന്താ ചെയ്യാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? വർഷയ്ക്കെന്താ കൈയില്ലേ? കൈയുണ്ടല്ലോ. അമ്മ എന്താ കാണുന്നില്ലേ? പക്ഷേ ആ കൈ കാണിച്ചു കൊടുത്ത്. രണ്ട് കൈയുണ്ട്, കണ്ടില്ലേ? നിങ്ങളെന്താ എന്നെ കളിയേക്കാണോ? തല തോർത്തി കൊടുക്കാൻ ഇവളെന്താ ചെറിയ കുട്ടിയാണോ? അവൾക്കറിയില്ലേ തോർത്താൻ? ഇപ്പൊ തല തോർത്തി കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താ അമ്മ കുഴപ്പം? വർഷ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ, ചില കാര്യങ്ങളിലൊക്കെ അവളെ സഹായിക്കണ്ടേ? ഓ, നിങ്ങളുടെയൊക്കെ കളി കണ്ടാ തോന്നും ലോകത്ത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയത് ഇവളാണെന്ന്. 3 മക്കളെ പറ്റ അമ്മയാ ഞാൻ. എനിക്കിങ്ങനെയൊന്നും ആരും ചെയ്തു തന്നിട്ടില്ല. സന്തോഷായമ്മേ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് 3 മക്കളുണ്ടെന്ന് സമ്മതിച്ചല്ലോ. മുമ്പൊക്കെ പറയാം 2 മക്കളെ ഉള്ളൂന്നാ. എന്നെ എണ്ണത്തില് കൂട്ടാറില്ല. അച്ഛാ, ഒടുക്ക അമ്മ എന്നെ എണ്ണത്തിൽ കൂട്ടി. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. എല്ലാം ചെയ്തു കൊടുത്ത് വർഷയെ മടിച്ചാക്കരുത്. ഈ സമയത്ത് ചില ജോലികളൊക്കെ ചെയ്യണം. ആ ഇതെന്തൊരു കുശുമ്പ ചന്ദ്രേത്. എന്റെ ചന്ദ്രേ, ഈ വീട്ടില് നിന്റെ ജോലി എല്ലാം ചെയ്യുന്ന ഈ കുട്ടിയാ. എന്തെങ്കിലും ഒരു ജോലി നീ ചെയ്യാറുണ്ടോ? പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? എല്ലാവർക്കും രേവതിയാവാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ തലയെ കയറ്റി വെക്കാൻ മാത്രമുള്ള ഗുണമൊന്നും ഇവൾക്കില്ല. ഇവളെ എന്തെങ്കിലും പറഞ്ഞാ മതി, അപ്പ ഏറ്റുപിടിച്ചോളൂ. ഓ, എന്ത് പറയാനാടാ, ഒരു കാര്യമില്ല. മതി ചേച്ചി, ഇതാ. അച്ഛാ, അച്ഛൻ എന്തിനാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്? അമ്മയ്ക്കത് ഇഷ്ടാവില്ല എന്നറിയില്ലേ? എല്ലാവരുടെയും ഇഷ്ടം നോക്കി സംസാരിക്കാൻ പറ്റുമോ മോളെ? ആ അതുവിട്. പൂക്കടയിലെ അഡ്വാൻസ് കൊടുക്കാൻ 5 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞേ? ആ കാശ് കിട്ടിയോ? കുറച്ച് കാശ് കൂടി വേണോ അച്ഛാ? അത് ദേവു സംഘടിപ്പിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. എന്തു വന്നാലും ഈ വർക്ക് രേവതി മോള് ചെയ്തിരിക്കണം. ചില കാര്യങ്ങളിൽ നമുക്ക് വാശി വേണം രേവതി മോളെ, എങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കും അച്ഛാ. അതെനിക്കറിയാം മോളെ, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ആ വർക്ക് ചെയ്യും. ഹേമ നിന്നെ ചെയ്യാൻ വിട്ടത് തന്നെ. അവളുടെ കൂടെ ഞാനും ഉണ്ട്. നിന്റെ അഹങ്കാരം ഞങ്ങൾ തീർത്ത് തരുന്നുണ്ടടി. രേവതി, ആ ചിരിയിൽ എന്തോ ഒരു പന്തികേടില്ലേ? അല്ല, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? അല്ല, ഈ ചിരിയില് ഒരു പന്തികേടുണ്ട്. നീ ശ്രദ്ധിക്കണേ രേവതി.
പനി കുറയുന്നുണ്ടല്ലോ. ഇതൊന്ന് പിടിക്കുമോനെ. കഴിക്കും. കുറഞ്ഞോളും കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? കുറവുണ്ടവന്. നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്തവസ്ഥ? പനി വരുന്നത് സാധാരണയല്ലേ? നിങ്ങൾക്കും എനിക്കൊക്കെ വരാറില്ലേ? ഇതും അങ്ങനെ ഉള്ളൂ. ഓ, അത് നിങ്ങൾ ഉദ്ദേശിച്ച അവസ്ഥയെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ദേ, ഇവനെ കൊണ്ട് പണക്കാരിയായ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. അതോടെ ഈ അവസ്ഥയൊക്കെ മാറിക്കോളും. ഇവനെ ഇനി നല്ല കാലം വരാൻ പോവാ. മോശം കാലം ആ കള്ളി പെണ്ണിന്റെ കൂടെ എന്തായാലും ഒഴിഞ്ഞുപോയി. അവള് കള്ളം പറഞ്ഞതിനേക്കാൾ വിഷമം നിനക്ക് അവള് കാശുകാരിയല്ലെന്ന് അറിഞ്ഞാലല്ലേ? അതല്ലേ ശരിക്കും നിന്റെ പ്രശ്നം? അവളെ ഒഴിവാക്കാൻ പറയുന്നത് അതുകൊണ്ടാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളൊരു കുഴപ്പക്കാരിയാ, അത് നിങ്ങൾക്കും അറിയാം. എന്നിട്ട് എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവളുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് എന്തിനാ? ഞാൻ സംസാരിക്കുന്നത് ഇവന് വേണ്ടിയിട്ടാ. ഇവനെ ഇങ്ങനെ കാണാൻ വയ്യ എനിക്ക്. അവള് ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എനിക്കൊന്നും മനസ്സിലാക്കണ്ട. അവള് കാരണം എന്റെ മോന് സങ്കടപ്പെടേണ്ടി വന്നു. ഇനി അത് ഉണ്ടാവാൻ പാടില്ല. എല്ലാം മറന്ന് എന്റെ മോൻ സന്തോഷത്തോടെ ജീവിക്കണം. അതിനുള്ള വഴിയാ ഞാൻ നോക്കുന്നത്. നീ ഒരാളുടെ ഭാഗത്തെ തെറ്റ് മാത്രം ചന്ദ്രയെ കാണുന്നേ. ഈ ഇരിക്കുന്ന ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലേ? അതൊക്കെ നമ്മൾ പുറത്തിട്ടില്ലേ? അതുപോലെ തന്നെ ശ്രുതിയോടും നീ ക്ഷമിക്കണം. അവൾക്ക് സ്വയം മാറാനൊരു അവസരം നീ കൊടുക്ക. രണ്ടുപേരുടെയും കുടുംബജീവിതം തകരാതിരിക്കാനാ ഞാനീ പറയുന്നേ. അവളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. എന്റെ മോന്റെ ജീവിതം ബലി കൊടുത്ത് ഒരു പരീക്ഷണത്തിന് തയ്യാറാവാൻ ഞാനില്ല. ഇതൊരമ്മയുടെ ഭയ. ചന്ദ്രേ, ശ്രുതിയെ ഉപേക്ഷിക്കാനായിട്ട് നീ ഇവനെ നിർബന്ധിക്കരുത്. തീരുമാനം അവൻ തന്നെ എടുക്കട്ടെ. അവന്റെ മനസ്സിൽ സന്തോഷം തോന്നുന്നത് എന്താണോ അതവൻ തിരഞ്ഞെടുക്കട്ടെ. അതവന്റെ സ്വാതന്ത്ര്യ. അതവന് വിട്ടുകൊടുത്തേ പറ്റൂ. നീയായിട്ട് അവനെ നിർബന്ധിക്കരുത്. നിങ്ങളെക്കാൾ അധികം അവന്റെ മനസ്സറിയുന്നവളാ ഞാൻ. അവന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ തീരുമാനിച്ച പോലെ എല്ലാം നടക്കും. മോനെ, നീ ഇതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. നീ വിശ്രമിക്ക്. പനി മാറിയതിനു ശേഷം നമുക്ക് പോയി ഒരു അഡ്വക്കേറ്റിനെ കാണാം. രവിയേട്ടാ, നിങ്ങൾ ചുമ്മാ ഇവന് ശല്യപ്പെടുത്തരുത്. അവനൊന്ന് കിടന്നോട്ടെ. രവിയേണ്ടിങ്ങ് വന്നേ. നീ അവളുടെ നിർബന്ധത്തിന് വഴങ്ങരുത്. എല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവൂ. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഞാനൊരു ഫൈനാൻസറെ കാണാൻ പോവാ. ദേ, അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസ്. ഫിനാൻസർ എന്ന് പറഞ്ഞ ബ്ലേഡുകാരനല്ലേ? നീ എന്തിനാ അവരുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നത്? വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എന്താ ഇപ്പൊ കാശിന് എത്ര ആവശ്യം? അത് എന്റെ ചേച്ചിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പൂവിന് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഒരു 4 ലക്ഷത്തോളം ഇപ്പൊ കയ്യിലുള്ളൂ. 1 ലക്ഷം രൂപ കൂടി വേണം. ഇവിടെ ഒരു ഫൈനാൻസറെ പരിചയമുണ്ട്. ഒന്ന് ചോദിക്കാന്ന് കരുതി വന്നതാ. ചേട്ടാ, എന്ത് പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്മാര് കഴുത്തിറക്കും. പിന്നീട് അത് വലിയ പ്രശ്നത്തിലാവും. അവരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എനിക്ക് അഡ്വാൻസ് ഒന്ന് കൊടുത്തേ പറ്റൂ.
1,00,000 രൂപയല്ലേ വേണ്ട? നീ വേറെ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടണ്ട. എന്റെ കാശുണ്ട്, ഞാൻ തരാം. അയ്യോ അതൊന്നും വേണ്ട. അരുണേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ കാശ് തരാന്നല്ലേ പറഞ്ഞേ. വേണ്ട, അത് ശരിയാവില്ല. ഓ, അപ്പോ ബ്ലേഡുകാരൻ്റെ കാശ് മേടിക്കാം, എന്റെ മേടിക്കാൻ പറ്റത്തില്ല അല്ലേ? എന്തിനാ മടിക്കുന്നേ? ഞാനല്ലേ തരുന്നത്. തന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ? തന്റെ ചേച്ചി എന്ന് പറയുമ്പോ എന്റെയും കൂടി ചേച്ചിയല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. നീ വാ, ഒന്ന് വണ്ടി കയറ്. ഞാനേ കാശ് എടുത്ത് തന്നേക്കാം. അതെ, ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ചേച്ചിക്ക് കാശ് കിട്ടും. അപ്പൊ തിരികെ തരാട്ടോ. ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എപ്പോഴേലും തന്നാ മതി. നീ വണ്ടി കയറാൻ നോക്ക്. അരുണേട്ടാ, താങ്ക്സ്. ഷോ, അതൊന്നും വേണ്ട. ദേവു പറയൂ. ചേച്ചി, കാശ് കിട്ടി കേട്ടോ. എവിടെന്നാ സംഘടിപ്പിച്ചേ? അതൊക്കെ സംഘടിപ്പിച്ചു. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് തരായിരുന്നു. ചേച്ചി ഒന്ന് ഇവിടെ വരെ വരുമോ? ഞാൻ അങ്ങോട്ട് വരാം. നീ ഇപ്പൊ എവിടെയുള്ളത്? വീട്ടിലാ? അല്ല, ഞാൻ പുറത്താ ഉള്ളത്. നീയേ ആ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേരെ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി ചേച്ചി, പെട്ടെന്ന് വരണേ. ശരി ശരി. എന്റെ ഈശ്വര, ചേച്ചി ഇപ്പൊ വരും. അരുണേട്ടൻ എന്താ പോവാത്തെ? ചേച്ചി കണ്ട പ്രശ്ന ചെല്ല്. എനിക്കും കൂടി ചേച്ചി ഒന്ന് കാണണമല്ലോ. ചേച്ചി വന്നിട്ട് പോ. ദേ കളിക്കല്ലേ, കാണേണ്ട സമയമാകുമ്പോ ഞാൻ പറയും, അപ്പ കണ്ടാ മതി. ഇപ്പൊ തൽക്കാലം എന്റെ പോലീസുകാരൻ പോ. ശരി. അപ്പോഴേ ഞാൻ വിളിക്കാം. ശരി, ഓക്കെ, ബൈ. ബൈ. ദേവു, ഞാൻ ലേറ്റ് ആയോ മോളെ? ഇല്ല ചേച്ചി, 1,00,000 രൂപയുണ്ട്. ഇത് മതിയാവോ? വേറെ എവിടെന്നെങ്കിലും ഇനി മേടിക്കണോ? ഇത് മതിയാവും. ഞാൻ കുറച്ച് കാശ് വേറെ സംഘടിപ്പിച്ചിരുന്നു. എല്ലാം കൂടി ചേർത്ത് വെച്ചാ 5,00,000 രൂപയാവും. അല്ല, നീ ഇതെവിടെ നിന്ന് സംഘടിപ്പിച്ചേ? വല്ല കൊള്ള പലിശയ്ക്ക് ബ്ലേഡുകാരനെ നിന്ന് മേടിച്ചതാണോ? ഏയ് അല്ല ചേച്ചി. പിന്നെ എവിടെ നിന്ന് കിട്ടിയേ? എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? ഏത് ഫ്രണ്ടാ ഇത്രയും വലിയൊരു തുക കടം തന്നെ? ചേച്ചിക്ക് അറിയില്ല, ക്ലോസ് ഫ്രണ്ടാ. നീ എന്തിനാ ഫ്രണ്ട്സിനോടൊക്കെ കാശ് കടം വാങ്ങിക്കാൻ പോയെ? അവരെന്ത് വിചാരിക്കും? ഒന്നും കരുതില്ല, അത്രയ്ക്ക് അടുപ്പുണ്ട് ഞങ്ങൾ തമ്മില്. എനിക്ക് നിന്നോട് തന്നെ ചോദിക്കാൻ മടിയായിരുന്നു. നീ എനിക്ക് വേണ്ടി വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നില്ലേ? ഒരാവശ്യം വരുമ്പോ നമ്മള് കടം വാങ്ങുന്നത് സാധാരണമല്ലേ? ഫംഗ്ഷൻ കഴിഞ്ഞാ ചേച്ചിക്ക് കാശ് കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുക്കാം. അല്ല, നിന്റെ ഈ ഫ്രണ്ട് എവിടെയാ? എന്താ പേര്? അതൊന്നും ചേച്ചി ഇപ്പൊ തൽക്കാലം അറിയണ്ട. ചേച്ചി കാശ് വാങ്ങിച്ചേ. ചേച്ചി ഇന്ന് തന്നെ പോയി പൂക്കടയിൽ ചെന്ന് അഡ്വാൻസ് കൊടുക്ക്. ഫംഗ്ഷന്റെ ഡേറ്റ് പറയണം. സഹായിക്കാൻ ഞാനും വരാം. ഗംഭീരായിട്ട് ചെയ്യണം നമുക്ക്. ചേച്ചിക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാന്നൊക്കെ ഏതോ ഒരു സ്ത്രീ പറഞ്ഞിരുന്നല്ലോ. ചേച്ചി ആരാണെന്ന് അവരൊന്ന് അറിയട്ടെ. ഈ ഫംഗ്ഷൻ കഴിയുന്നതോടെ അവര് ചേച്ചിയുടെ കുറുകെ വരുന്നത് നിർത്തും. കാശ് തയ്ക്കാൻ കഴിയുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആരെയും കാണിച്ചില്ലെന്നേ ഉള്ളൂ. നീ ഈ കാശ് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഹേമയ്ക്ക് മുമ്പിൽ മാത്രമല്ല, ഞാൻ തോൽക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടിലുള്ള ചിലരുടെ മുമ്പിൽ പോലും തലകുനിക്കേണ്ടി വന്നേന്ന്. ഇനി തല കുനിക്കണ്ടല്ലോ, തല ഉയർത്തി പിടിച്ച് നടക്കാം. പോയി അഡ്വാൻസ് കൊടുക്ക ചേച്ചി. താങ്ക്സ് ദേവു.
എന്നോട് താങ്ക്സ് പറയുന്നോ? അങ്ങനെയാണെങ്കിലേ ചേച്ചിയോട് ഞാൻ എത്ര താങ്ക്സ് പറയണം? എനിക്കിങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവാനുള്ള കാരണം എന്റെ ചേച്ചിയല്ലേ. എനിക്കെല്ലാം തന്നത് എന്റെ ചേച്ചിയല്ലേ. അപ്പൊ ചേച്ചിയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഇല്ല സാർ, ഒട്ടും താമസിക്കില്ല. ഞാൻ ദാ ഇപ്പം ഇറങ്ങും. ഒരു 10 മിനിറ്റ് ഞാൻ സാറിന്റെ വീട്ടിലേക്ക് എത്താം. ഓക്കെ. സച്ചേട്ടാ, ദേ കാശ് കിട്ടി. ദേവു 1 ലക്ഷം രൂപ തന്നു. ആ അതിന് അവളുടെ കയ്യിൽ എവിടെ നിന്ന് എത്രയും കാശ്? അവളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തന്നതാ. ആ ഓ, അപ്പോൾ 5 ലക്ഷം തികഞ്ഞു അല്ലേ? പൂവിനുള്ള അഡ്വാൻസ് കൊടുക്കാൻ പോരെ? മതി മതി. ഞാൻ ദേ ഇപ്പൊ തന്നെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോവാ. ഇന്ന് കൊടുത്തില്ലെങ്കിൽ സമയത്തിന് പൂ കിട്ടില്ല. എനിക്കൊരു ട്രിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. സച്ചേട്ടൻ പോയിക്കോ. ഞാനേ ഒരു ഓട്ടോയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ പോയിക്കോളാം. അതെന്താ, നിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? അതിന് ചെറിയൊരു തകരാറ്. ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോവാ. എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചത് തന്നെ. പിന്നീട് എപ്പോഴെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കാം. രേവതി, നമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ അതെങ്ങനെയെങ്കിലും നടക്കും അല്ലേ? അതെ, ഈ വർക്ക് ഞാൻ തന്നെ ചെയ്തിരിക്കും. എന്താ വളെ, നല്ല സന്തോഷത്തിലാണല്ലോ. ഞാൻ വലിയ സന്തോഷത്തിലാ. എന്താ? പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് കിട്ടിയച്ചാ. പറ ചന്ദ്രമതി. അവൾ എവിടുന്നൊക്കെയോ കാശ് സംഘടിപ്പിച്ചു. അവൾ സ്കൂട്ടർ എടുത്തിട്ടില്ല, ഒരു ഓട്ടോയിലാ പോയിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കണം.